അവർ കാത്തിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ എഴുതിയേക്കുന്ന വാക്യം ഇതാണ്. അവരോട് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ പ്രധാനമായും നടക്കുന്ന 2 കാര്യങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത്, പരിശുദ്ധാത്മാവ് വരുന്നത് ശക്തീകരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല അയാളിൽ വന്ന് കഴിയുമ്പോഴുള്ള അവസ്ഥയെന്ന് പറയുന്നത്. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതുന്ന 2-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് അത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നാനാവിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങുന്നില്ല, ബലഹീനരെങ്കിലും തകർന്നു പോകുന്നില്ല, വീണ് കിടക്കുന്നില്ല. അങ്ങനെ ആ പ്രയോഗം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് ശക്തീകരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ബലഹീനനായൊരു മനുഷ്യന്, സ്വാഭാവികമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യന്, അസ്വാഭാവികമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്തൊരു മനുഷ്യന്, സൂപ്പർ നാച്ചുറലായ, ആ പ്രയോഗം ഉദ്ധരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കാതെ ഇരിക്കുന്ന സാധാരണ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവാത്മാവ് അവനെ ശക്തീകരിക്കുമ്പോൾ അവൻ സൂപ്പർ നാച്ചുറലായ ഒരു പ്രതലത്തിലേക്ക് മാറുകയാണ്. അമാനുഷികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകത്തിൽ അവൻ പ്രാപ്തനായി മാറുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിലും അപ്പം തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നതിലും ദൈവത്തിൻ്റെ വചനത്തെ നന്നായി വിളംബരം ചെയ്യുന്നതിലും ദൈവ മഹത്വത്തിൻ്റെ സാക്ഷി ആകുന്നതിലും വിടുതൽ ശുശ്രൂഷകൾ ചെയ്യുന്നതിലും പ്രവചനം ഉൾപ്പെടെ വരുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നതിലുമൊക്കെ ശക്തീകരണം ആവശ്യമാണ്. ദൈവശക്തി ഒരു സാധാരണ പ്രതലമല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവനെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് ശക്തി വേണ്ടതെന്ന് നമുക്കറിയാം. ബലഹീനനാണ് ശക്തി ആവശ്യമായി വരുന്നത്. ബലവാനായിരിക്കുന്ന ഒരു മനുഷ്യന് നേരെ ബലഹീനനായ ഒരുത്തൻ യുദ്ധം ചെയ്താൽ നിശ്ചയമായിട്ടും തോറ്റുപോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ബലവാനെ കീഴ്പ്പെടുത്തുവാൻ ബലഹീനൻ്റെ മേൽ ബലവാനേക്കാൾ വലിയൊരു ശക്തി വ്യാപരിച്ചേ കഴിയത്തുള്ളൂ. അങ്ങനെ ബലവാനെ കീഴ്പ്പെടുത്തുവാൻ ബലഹീനനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ബലവാനേക്കാൾ വ്യാപരിക്കുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. 13 അടിയിലധികം പൊക്കം വരുന്നതായ ഗോലിയാത്തിനെ 17കാരനായിരിക്കുന്ന ദാവീദ് കല്ലുകൊണ്ട് എറിഞ്ഞിടുന്നത് ദാവീദിൻ്റെ കല്ലിൻ്റെ ബലം കൊണ്ടല്ല, കഴിഞ്ഞ നാളുകളിലെ അഭ്യാസത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുമല്ല, മറിച്ച് അവൻ്റെ കല്ലിലും അവൻ്റെ കവണയിലും അവൻ്റെ ശരീരത്തിലും വ്യാപരിച്ച ദൈവശക്തി നിമിത്തമാണ് ഗോലിയാത്ത് നിലംപരിചായി മാറുന്നത്. പ്രിയരേ, ദൈവശക്തി വ്യാപരിക്കാത്തിടത്തോളം കാലം യാതൊരു റിസൾട്ടും ഉണ്ടാകത്തില്ല. ദൈവഹിതപ്രകാരമുള്ള യാതൊരു റിസൾട്ടും ഉണ്ടാകത്തില്ല. എന്നാൽ എപ്പോൾ ശക്തി വ്യാപരിക്കുന്നു അപ്പോൾ മുതൽ റിസൾട്ട് ആരംഭിക്കുകയാണ്. ആമേൻ. ഇന്ന് രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് പരിശുദ്ധാത്മാവ് ആധികാരികമായിട്ട് പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾക്കിതുവരെ ഒരു ശക്തീകരണം ലഭിച്ചിട്ടില്ല എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ശക്തീകരണം പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യൗവനക്കാർ തളർന്നു പോകും, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും, യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അപ്പം നോക്കിയേ, കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ് ശക്തി. യഹോവയെ കാത്തിരിക്കുന്നവനുള്ളതാണ് ശക്തി എന്ന് പറയുന്നത്. അടുത്തത്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. എന്ത് ചെയ്യും? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അപ്പോൾ ശക്തീകരണം വന്നു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ബാറുകൾ പൊളിയുമെന്നാണ് ആ വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ശക്തീകരണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അയാളിൽ സംഭവിക്കുന്നത് ശക്തനായിട്ട് അവൻ തീരുകയാണ്. ഐ ക്യാൻഡ് എന്ന് പറഞ്ഞവൻ ഐ ക്യാൻ ഡു എന്ന് പറയാൻ തുടങ്ങും. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞവൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയും.
എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എൻ്റെ സ്പിരിച്വൽ ലൈഫ് മാറ്റുവാൻ ദൈവശക്തീകരണം ആവശ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത് പറയുന്നത് അവിടെ തന്നെ കൊടുക്കുന്നത് ഇങ്ങനെയാണ് വാക്യം: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ശക്തീകരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് സാക്ഷിയാകാൻ പ്രേരിപ്പിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോഴാണ് അവൻ സാക്ഷീകരണത്തിന് മുതിരാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സാക്ഷീകരണത്തിന് വേണ്ടി അവൻ പ്രാപ്തനായി മാറുന്നത്. എനിക്ക് നന്നായിട്ട് ഒരു വ്യക്തിയോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല, ഒരു സ്റ്റേജിൽ വന്ന് നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ അറിയത്തില്ല. എനിക്കൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സഭാകമ്പം നിമിത്തം അത് സാധിക്കാതെ പോകാറുണ്ട്. എനിക്ക് നല്ലൊരു മെസ്സേജ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ദീർഘമായൊരു മെസ്സേജ് തയ്യാറാക്കി ചാപ്പലിൽ കയറി നിന്നിട്ട് ഏകദേശം 40 മിനിറ്റോളം, 25 മിനിറ്റോളമുള്ള ഒരു മെസ്സേജ് തയ്യാറാക്കിയിട്ട് കേവലം 7 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിച്ചു പോയി. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോഴത്തേനും എല്ലാം മറന്നുപോയി. സ്വാഭാവികമായിട്ട് എനിക്ക് ജനത്തെ കണ്ടപ്പോഴത്തേക്കിന് ഒരു ജാളിത ഉണ്ടായി, ഒരു സഭാകമ്പമുണ്ടായി. പെട്ടെന്ന് എൻ്റെ മെസ്സേജ് മുഴുവൻ തകർന്നുപോയി. നോക്കുക, ജനത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നില്ല, സുവിശേഷം പറയാൻ പറ്റുന്നില്ല. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഉള്ളിൽ നിന്നുണ്ടായിട്ടും പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടത് സാധിക്കാത്തതെന്നറിയോ? ശക്തീകരണം വരാത്തത് കൊണ്ടാണ്. ദൈവശക്തീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നിങ്ങൾക്കുണ്ടായ ടെസ്റ്റ് മണി പോലും നിങ്ങൾ പൊതിഞ്ഞു വെക്കത്തില്ല, സാക്ഷ്യം നിങ്ങൾ പൊതിഞ്ഞു വെക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവ സാന്നിധ്യത്തെ സ്വാധീനിക്കുക, മറ്റുള്ളവരെ സ്വാധീനിക്കത്തക്ക നിലയിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറാൻ തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിനക്ക് 10 പേരുടെ മുൻപിൽ നിൽക്കാൻ നാണമായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം നിന്നെ യോഗ്യതയുള്ളൊരു സാക്ഷിയാക്കി മാറ്റും, ധൈര്യവാനായൊരു സാക്ഷിയാക്കി മാറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്നത് അവൻ സാക്ഷീകരണത്തിന് വേണ്ടി വേർതിരിയപ്പെടും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടും ദൈവശക്തി പ്രാപിച്ചിട്ടും അന്യഭാഷ അടയാളമായി കിട്ടിയിട്ടും കൃപാവരങ്ങൾ ഉപയോഗിച്ചിട്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ച് ഇതുവരെ ആരോടും സംസാരിക്കാത്തവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങളെ ശക്തീകരിച്ചത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ ആരാധനയ്ക്കും പാട്ടിനും വേണ്ടി മാത്രമല്ല, യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെ മറ്റുള്ളവരോട് ഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ശക്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവശക്തി അനുഭവിക്കുന്ന നിങ്ങൾ നിശ്ചയമായിട്ടും സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷാസന്തോഷം നിങ്ങളുടെ അയൽവാസിക്ക് പകർന്നു കൊടുക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷാസന്തോഷം നിങ്ങളുടെ ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള സന്തോഷത്തെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരോട് പ്രസൻറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം നമ്മുടെ മേൽ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവശക്തി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്ന ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ടും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചോ? 1, ശക്തീകരണം നടക്കും. 2, സാക്ഷിയായി മാറും. രണ്ടാമത്തത് സാക്ഷിയായി മാറും. മൂന്നാമത്തെ കാര്യം വേദപുസ്തകം പറയുന്നു, മൂന്നാമത്തെ കാര്യം പറയുന്നു, ധൈര്യമുണ്ടാകും. 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 ഓക്കെ, ധൈര്യമുണ്ടാകും. മൂന്നാമത്തത് പറയാം, ധൈര്യമുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. നിങ്ങൾ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്യണം. ഓൺലൈനിൽ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വാക്യം നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. 4:19 പറയുന്നു, ആദ്യന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു.
പത്രോസും യോഹന്നാനും സുന്ദരം എന്ന് പറയുന്ന ദൈവാലയത്തിൻ്റെ വാതിക്കലിരിക്കുന്ന മുടന്തനെ സൗഖ്യമാക്കിയതിൻ്റെ പേരിൽ സന്നിധി സംഘത്തിൻ്റെ മുൻപിൽ ന്യായാസനത്തിൻ്റെ മുൻപാകിൽ അവരെ 70ഓളം വരുന്ന അംഗങ്ങൾ ചേർന്ന് ന്യായവിസ്താരം നടത്തുമ്പോൾ പത്രോസിനെ വിലക്കിക്കൊണ്ട് പറയുകയാണ്, ഈ നാമത്തിൽ ഇനി മേലാൽ പ്രസംഗിച്ചേക്കരുത്, ഈ നാമത്തിൽ ഇനി മേലാൽ രോഗികളെ സൗഖ്യമാക്കിയേക്കരുത്. യേശുവിൻ്റെ നാമത്തോട് ഇറിറ്റേഷൻസ് ഉള്ള ഒരു ജനറേഷൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്, ഈ നാമത്തിൽ ഇനി രോഗികളെ സൗഖ്യമാക്കരുത്. പത്രോസ്ലീഹയുടെ മറുപടി ആ സദസ്സിനെ ഭയങ്കര ശുഭിതരാക്കുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. നിങ്ങളെക്കാളധികം ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കാളധികം ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയാണ്. നിങ്ങളെ അല്ല ഞങ്ങൾ ഭയപ്പെടുന്നത്, ദൈവത്തെ ഭയപ്പെടുകയാണ്. ദൈവത്തെന്നായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മറച്ചു വെക്കാനുള്ളതല്ല, അത് വെളിപ്പെടുത്താനുള്ളതാണ്. അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷാ നടപടികളുണ്ടായാലും എന്ത് ശിക്ഷകളുണ്ടായാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇങ്ങനെ പറയുന്ന പത്രോസിനെ അല്ല യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കാണാൻ കഴിയുന്നത്. യേശു മരിക്കാൻ പോകുന്ന വസ്തുത പറഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ പറയുന്ന പത്രോസിനെ അല്ല കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവേ നിനക്കതൊരിക്കലും ഭവിക്കരുത്, നീ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പോ പിശാചേ, എന്നെ വിട്ടുപോകാനാണ് പറഞ്ഞത്. അല്പവിശ്വാസം അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചവനാണ് പത്രോസ്ലീഹ. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കോടതികളിലേക്ക് മാറി കൊണ്ടുപോകുമ്പോൾ നീയും അവൻ്റെ കൂടെ അല്ലേ എന്ന് അവിടെ ഇന്നൊരു സഹോദരി ചോദിച്ചപ്പോൾ, ഇല്ല എനിക്ക് അവനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞവനാണ് ഈ പത്രോസ്ലീഹ. ഇതൊന്നും പൗലോസിൻ്റെ നെഗറ്റീവ് പ്രയോഗങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ആ ദൈവമനുഷ്യനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അങ്ങനെ തള്ളിപ്പറഞ്ഞ ആളാണ് ആരാ? പത്രോസ്ലീഹ. കോഴി 2 പ്രാവശ്യം കൂവി, പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. അപ്പോൾ പേടിച്ചു പോയി. ഒരു നാളും മരിക്കുന്നത് പോലെ ഞാനും അടുത്ത മിനിറ്റിൽ ക്രൂശിക്കപ്പെടുമോ മരിക്കുമോ എന്ന ഭയം അവൻ്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കിനും അവൻ്റെ ധൈര്യം ചോർന്നു പോയി. ആ ധൈര്യം ചോർന്നു പോയതിൻ്റെ അകത്ത് നിന്നാണ് അവൻ തള്ളിപ്പറയാൻ തുടങ്ങിയത്. പക്ഷേ ആ പത്രോസിനെ അല്ല 4-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം 4:19 കാണുന്നത് ധൈര്യവാനായി നിൽക്കുന്ന പത്രോസ്ലീഹ. അപ്പോൾ എന്താ ഇവിടെ വന്ന മാറ്റം എന്താണെന്നറിയാവോ? മാളിക മുറിക്ക് ശേഷമുള്ള പത്രോസും മാളിക മുറിക്ക് മുമ്പുള്ള പത്രോസും തമ്മിൽ ഒരു പഠനം നടത്തിയാൽ, മാളിക മുറിക്കുള്ള മുമ്പുള്ള പത്രോസ് എന്ന് പറയുന്ന ഭയത്തിൻ്റെ പത്രോസായിരുന്നു. അന്നും അവൻ രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു, അന്ന് അവൻ ഭൂതങ്ങളെ പുറത്താക്കുമായിരുന്നു, അന്നും അവൻ യേശുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്തത്, അന്ന് അവൻ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നതാണ്, അന്ന് അവൻ്റെ വലയിൽ പെരുത്ത മീൻകൂട്ടം കയറിയതാണ്, നിരവധി അത്ഭുതങ്ങൾക്ക് യേശുവിനോടൊപ്പം സാക്ഷ്യം വഹിച്ചവനാണ്, മോശെ ഏലിയാവിനെയും കാണാൻ ഭാഗ്യം ലഭിച്ചവനാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ബിഫോർ അപ്പർ റൂമിന് മുമ്പുള്ള പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബലഹീനനായിരുന്നു, അവൻ്റെ ധൈര്യമില്ലാത്തവനായിരുന്നു. ഇതെല്ലാം അവൻ ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ്റെ മനസ്സ് വാടിപ്പോകും, പെട്ടെന്ന് അവൻ ഭയത്താൽ പിടിക്കപ്പെടുന്നവനായിരുന്നു. എന്നാൽ അപ്പർ റൂമിന് ശേഷമുള്ള പത്രോസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തനാണ് അവൻ. എന്താണെന്നറിയാമോ? അപ്പർ റൂമിന് ശേഷമുള്ള പത്രോസ്ലീഹ ധൈര്യവാനാണ്. എനിക്ക് യേശുവിനെ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ, മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് യേശുവിനെ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ ന്യായം വിധിച്ചാലും കുഴപ്പമില്ല, എനിക്ക് യേശുവിനെ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ അറിഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ് നസറേനായ യേശു. ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ സത്യമാണ് കാൽവറി ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഒരു രക്ഷിതാവേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. കരം ഉയർത്തി നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ സദ്വാർത്തയെ ഘോഷിക്കണമെങ്കിൽ ധൈര്യം ആവശ്യമാണ്. ധൈര്യമില്ലാത്തവൻ ഒരിക്കലും സുവിശേഷീകരണ പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പുതു നിയമസഭയ്ക്കകത്തിരിക്കുന്നവന് ധൈര്യം വേണം. അത് സ്വാഭാവിക ധൈര്യമല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യമായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 4:19 അത് കാണാൻ കഴിയും. അവൻ ധൈര്യം പ്രാപിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. 8-ാം അധ്യായത്തിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 2nd പാരഗ്രാഫാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ്. ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഭീരുത്വം പൊട്ടിച്ചു കളയും, ഭയത്തെ പൊട്ടിച്ചു കളയും, എന്നിട്ട് അവനെ ധൈര്യവാനാക്കി മാറ്റും.
ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവ് ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുകയാണ്. പല ദൈവപ്രവൃത്തിക്കും അത് തടസ്സമാണ്. പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിന് മറുപടിക്കത് തടസ്സമാണ്. പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിൻ്റെ മേലും ദൈവം മഹത്വം വെളിപ്പെടാൻ അത് തടസ്സമാണ്. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നിങ്ങളിൽ തന്നെ മറഞ്ഞു കിടക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനെ ഈ വചനം വന്ന് ഇന്ന് രാവിലെ പുറത്താക്കോ. ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവ് ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് അഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുകയാ. നിങ്ങളെക്കൊണ്ടൊരു ദൈവം ഒരു വൻ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് ബലഹീനരായി പോവുകയാണ്, ധൈര്യം ചോർന്നു പോവുകയാണ്, ഭയം വരികയാണ്. ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കാറുള്ളപ്പോൾ പറയാറുണ്ട്, പ്രവചനവരത്തിനും ദൈവം കൊടുത്ത വരങ്ങളാണ് പ്രവചനവരവും വീര്യപ്രവൃത്തി. ഈ രണ്ട് വരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് രണ്ടിനും ധൈര്യം വേണം. പ്രവചനം ഒരു ദൂത് കിട്ടിയാൽ അത് പറയാൻ ധൈര്യം വേണം. വീര്യപ്രവൃത്തി ഒരാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ധൈര്യം വേണം. ധൈര്യം ഇല്ലാത്തവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൃപാവരങ്ങളിൽ ബോണസായി കിട്ടുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. പ്രിയരേ, ധൈര്യമില്ലെങ്കിൽ സാരമില്ല, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.